ഓം ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ജയനാരായണ ഗുരുപ്രിയേ ശിവഗിരീശ്വരി ശാരദേ ചതുരാസ്യാക്ഷി ശരചന്ദ്രമരീചികേ. ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളിൽ എൻ്റെ സാഷ്ടാംഗ പ്രണാമം. ശ്രീ മങ്ങാട് ബാലചന്ദ്രൻ സാറിൻ്റെ ഗുരുദേവ കഥാസാഗരം ഭാഗം 1. ഒട്ടല്ലഹോജാതി കോമരങ്ങൾ. ഇന്നത്തെ കേരളം ഉണ്ടാകുന്നതിനും വളരെ മുമ്പുള്ള കാലഘട്ടം. അന്ന് അനന്തപുരി എന്ന് അറിയപ്പെട്ടിരുന്ന തിരുവനന്തപുരം തിരുവിതാംകൂർ രാജ്യത്തിൻ്റെ തലസ്ഥാനമായിരുന്നു. ജാതി വിവേചനങ്ങളും അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും ഒക്കെ കൊണ്ട് നരനു നരൻ അശുദ്ധ വസ്തുവായി തീർന്നിരുന്ന ഒരു നാട്ടുരാജ്യമായിരുന്നു തിരുവിതാംകൂർ. ബ്രാഹ്മണരായിരുന്നു ജാതി ശ്രേണിയിലെ മേൽത്തട്ടുകാർ. ബ്രാഹ്മണർക്കഹിതമായതൊന്നും കീഴ്ജാതിയിൽപ്പെട്ടവർ ചെയ്യുവാൻ പാടില്ലായിരുന്നു. അങ്ങനെ എന്തെങ്കിലും ചെയ്തു പോയാൽ അവർക്ക് കടുത്ത ശിക്ഷകൾ അനുഭവിക്കേണ്ടി വരികയും ചെയ്യുമായിരുന്നു. ക്ഷേത്രങ്ങൾ, വിദ്യാലയങ്ങൾ, പൊതുനിരത്തുകൾ, മഠങ്ങൾ, വിദ്വൽ സദസ്സുകൾ എന്നിവിടങ്ങളിലൊന്നും തന്നെ കീഴ്ജാതികളിൽ അല്ലെങ്കിൽ അവർണജാതികളിൽപ്പെട്ടവർക്ക് പ്രവേശന സ്വാതന്ത്ര്യമുണ്ടായിരുന്നില്ല. ഓരോ ജാതിക്കാരും അവരുടെ താഴോട്ടുള്ള ജാതിക്രമമനുസരിച്ച് മേൽജാതിക്കാരിൽ നിന്നും ഇത്ര ദൂരം അകന്നു മാറി നിൽക്കണമെന്നായിരുന്നു ചട്ടം. ഈ അകലത്തിന് തീണ്ടാപ്പാട് എന്നാണ് പറഞ്ഞു വന്നിരുന്നത്. ആരെങ്കിലും അറിഞ്ഞോ അറിയാതെയോ ഈ തീണ്ടാപ്പാട് ലംഘിച്ചാൽ മേൽജാതിക്കാർക്ക് അയിത്തമാകും. അയിത്തമുണ്ടായാൽ ഉടൻ കുളിച്ച് അശുദ്ധി നീക്കണമായിരുന്നു. ഇതിനാണ് അക്കാലത്ത് തീണ്ടിക്കുളി എന്ന് പറഞ്ഞിരുന്നത്. ഇങ്ങനെ ജാതിയുടെ പേരിൽ മേൽജാതിക്കാരാൽ പീഡിക്കപ്പെട്ടും അവഗണിക്കപ്പെട്ടും അപമാനിക്കപ്പെട്ടും കഴിഞ്ഞിരുന്ന അവർണ വിഭാഗങ്ങളിൽപ്പെട്ടവരുടെ ജീവിതം കഷ്ടപ്പാട് നിറഞ്ഞതും വേദനാജനകവുമായിരുന്നു. ആ ക്ലേശങ്ങളിൽ നിന്നും ഒരു മോചനം അവർക്ക് സ്വപ്നം കാണുവാൻ പോലും അക്കാലത്ത് കഴിയുമായിരുന്നില്ല. 1850കളിലെ ഒരു ദിവസം കനത്ത മഴയ്ക്കുള്ള ഒരുക്കം നടത്തിക്കൊണ്ട് മാനം കറുത്തിരുണ്ട് കിടക്കുകയായിരുന്നു. കോരൻ്റെ ഭാര്യ ചിരുത അന്ന് പതിവിലും വൈകിയാണ് പാടത്തു നിന്നും പടി കഴിഞ്ഞ് കുടിലിലേക്ക് വന്നത്. അവളുടെ കുഞ്ഞുങ്ങൾ 2 പേരും അപ്പോൾ വിശന്ന് കഞ്ഞിക്ക് വേണ്ടി കരഞ്ഞു. കരയാതെ മക്കളെ, അമ്മ ഇപ്പം കഞ്ഞി ഉണ്ടാക്കിത്തരാം. ചിരുത അടുപ്പിൽ തീ കൂട്ടി കുടിയിലുണ്ടായിരുന്ന ആകെയുള്ള ഒരു കിഴങ്ങ് വേഗം ചുട്ടെടുത്തു. അതിൻ്റെ പുറംതൊലി കളഞ്ഞ് ആവി പറക്കുന്ന ആ കിഴങ്ങ് കൈകൊണ്ടുടച്ച് കുട്ടികൾക്ക് കൊടുത്തു. എന്നിട്ടവൾ മൺകുടത്തിൽ നിന്നും കഞ്ഞിക്കുള്ള വെള്ളം കലത്തിലേക്ക് പകർന്നു. അതിനിടയിൽ എന്തോ ഒന്ന് കയ്യിൽ തട്ടിയതായി തോന്നി. നോക്കിയപ്പോൾ അതൊരു ചത്ത ചിലന്തിയായിരുന്നു. കുടിലിനകത്തും പുറത്തും ചിലന്തിയും പാറ്റായും പഴുതാരയും എല്ലാം ധാരാളം ഉണ്ടായിരുന്നതിനാൽ ചിരുതയ്ക്ക് അതൊരു അസാധാരണമായ കാര്യമായിരുന്നില്ല. ചിലന്തി വീണ വെള്ളം മണ്ണിൽ ചെരിച്ചു കളഞ്ഞിട്ട് ചിരുത കുടവും എടുത്ത് കിണറ്റിൻകരയിലേക്ക് ഓടി. താഴ്ന്ന ജാതിക്കാർക്ക് വെള്ളമെടുക്കാനുള്ള കിണർ കുറേ അകലത്തായിരുന്നു. മക്കളുടെ വിശപ്പിനെപ്പറ്റി ഓർത്തപ്പോൾ അവിടം വരെ ഓടുവാൻ അവൾക്ക് മനസ്സ് വന്നില്ല. ചിരുത ചുറ്റാകെ ഒന്ന് കണ്ണോടിച്ചു നോക്കി. ഭാഗ്യം, മേൽജാതിയിൽപ്പെട്ട ആരെയും കാണാനില്ല. അവൾ വേഗം അടുത്തുള്ള ഒരു കിണറ്റിൻകരയിലെത്തി. അത് സവർണർ വെള്ളമെടുക്കുന്ന കിണറായിരുന്നു. അവളുടെ കൈകാലുകൾ വിറച്ചു. എങ്കിലും കോട്ടിയ പാള ആഴമുള്ള ആ കിണറ്റിലേക്കിട്ട് വേഗം ഒരു പാള വെള്ളം കോരിയെടുത്തു കുടത്തിലൊഴിച്ചു. ആ നേരം വെള്ളമെടുക്കാൻ വരികയായിരുന്ന ഒരു സവർണ സ്ത്രീ ഇത് കണ്ട് ബഹളം വെച്ചു. ഹോഹോ, ഇവളിതാ കിണർ തൊട്ടശുദ്ധമാക്കിയിരിക്കുന്നു.
പറഞ്ഞു തീരേണ്ട താമസം മേൽജാതിക്കാരിൽ ചിലർ ഓടിക്കൂടി. ഒരാൾ വെള്ളമിരുന്ന് അവളുടെ കുടം കല്ലെറിഞ്ഞുടച്ചു. ഓടി രക്ഷപ്പെടുവാൻ തുനിഞ്ഞ ചിരുതയെ പട്ടിയെ തല്ലും പോലെ അവർ വട്ടം കൂടി തല്ലിച്ചതച്ചു. ദേഹത്തേറ്റ ക്ഷതങ്ങളെക്കാളും മക്കൾക്കു കഞ്ഞിവെച്ചു കൊടുക്കാനുള്ള വെള്ളം കിട്ടാത്തതിനാലായിരുന്നു ചിരുതയുടെ ഹൃദയം അന്നേറെ നൊന്തത്. തൊട്ടുകൂടാത്തവർ, തീണ്ടിക്കൂടാത്തവർ, ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളോർ, കെട്ടില്ലാത്തോർ തമ്മിലുണ്ണാത്തോരിങ്ങനെ, ഒട്ടല്ലഹോ ജാതി കോമരങ്ങൾ. മഹാകവി കുമാരനാശാന്റെ ദുരവസ്ഥയിൽ ഈ വിധം മാറ്റൊലിക്കുന്നത് പോയ നൂറ്റാണ്ടുകളിലെ ഈ അയിത്തക്കാഴ്ചകളുടെ സംഗ്രഹമാണ്. ഗുരുദേവ കഥാസാഗരം ഭാഗം 1 ഇവിടെ അവസാനിച്ചിരിക്കുന്നു. നന്ദി, നമസ്കാരം. ഗുരുധർമ്മം വിജയിക്കട്ടെ.